നമ്മളപ്പോൾ ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. ക്യാമറ കട്ട് ഇവിടെ എക്സ്ക്ലൂസീവ് ഷോ ഇത് പ്രീമിയം എടുക്കണം കേട്ടോ. ഇത് ബ്ലർ ചെയ്യും. ബാക്കി വരുന്നത് പറയാം. നമ്മളിപ്പം പോണ വഴിക്ക് ഇതിൽ കുറച്ച് കുട്ടികളുടെ ഫ്ലാഷ് മോബ് പോകുന്ന വഴിക്കൊരു ഫ്ലാഷ് മോബ് കണ്ടിട്ടുണ്ട്. ഫ്ലാഷ് മോബ് തന്നെയാടാ. ഫ്ലാഷ് മോബിന് നമുക്ക് സാക്ഷ്യം വഹിച്ചിട്ട് അങ്ങോട്ട് കൊടിയ കൈ തരും. നമ്മൾ ഫ്ലാഷ് മോബ് കാണാൻ ഇനി ആർക്കറിയാം. നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നേ. കൂടെ വന്ന ജോയലിനെ കാണുന്നില്ല. അത് വിളിക്കുന്ന അതാ വരുന്ന. എങ്ങനെയുണ്ട്? പോവാം. ഇനി നേരെ ട്രിവാൻഡ്രം പോണു. നമ്മൾ ഇറങ്ങിയ ഉദ്ദേശം വേറെയാണ്. ഓക്കെ ബൈ. അങ്ങനെ നമ്മളുടെ ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുന്നു. പിന്നെ മുടിയിട്ട് ചേട്ടാ ഇവൻ ഡോറടക്കാൻ പറഞ്ഞല്ലേ. ടെസ്റ്റോസ്റ്ററോൺ കൂടുതലാണ്. നിങ്ങളെ കണക്ക് കാര്യം മാത്രമേ. ഇന്നലെ ഫ്രണ്ടിലെ പോയ വണ്ടിയുടെ ഡോർ തുറന്ന് കിടക്കുന്നത്. അപ്പോൾ അത് പറയാനായിട്ട് വണ്ടി ഓവർടേക്ക് ചെയ്ത് അതിനോട് കൂടെ ചെന്നിട്ട് ഞാൻ നോക്കാണ്ട് ജോയിൽ പറയാമെന്ന് പറഞ്ഞിട്ട് ജോയിൽ പറയുന്നില്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. കാര്യം എന്തോന്ന് ബാക്ക് സീറ്റ് നല്ലൊരു പെങ്കൊച്ചിരിക്കുന്നു. 5 മിനിറ്റ് കൂടെ പോയി. ആദ്യത്തെ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ആള് അങ്ങനെ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ബാർബർക്ക് പറഞ്ഞെടുത്തുകൊണ്ട് കുട്ടി സ്റ്റേജിൽ കയറിയിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് കാണാം. നല്ല കുട്ടി പപ്പയുടെ അപ്പൂസ് ആയി നമ്മൾ. അറിയുമോ ജോയിനറ്റെ ഗോൾഡ് കളറോടി. അണ്ണാൻ വെയിറ്റിംഗ് ഫോർ റിപ്ലൈ. ജോയിൽ ഇഗ്നോർ ചെയ്യുന്നു. ആലോചനയിലാണ്. എന്താ ഇപ്പം എന്തിനേ ഇത് മതി. അത്ര ഉള്ളൂ. കഴിഞ്ഞ ഫുള്ള് കുറച്ചാ ലെങ്ത് കുറയ്ക്കാനാണോ? വലിയ മാറ്റമൊന്നുമില്ല. അല്ല ഇത് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, ഇത് കൊള്ളാം. പക്ഷേ ലെങ്ത് കുറയ്ക്കണോ? ഇത് ഇവിടെ കുറച്ചുകൂടി ലെങ്ത് കുറയ്ക്കണോ? കൺവിൻസ് ചെയ്യാണ്. വേണല്ലേ ബാക്ക് വേണം. കുഴപ്പമൊന്നും ഉണ്ടാ. പക്ഷേ വലിയ വ്യത്യാസമൊന്നും ഇല്ല. നീ ഇവിടെ വെച്ച് ഫ്രണ്ട് ആയാലും കുറച്ച് നീളം കുറയ്ക്കും. കൺവിൻസിങ് സ്റ്റാറാണ്. ടി കൊണ്ടിടാൻ അടുത്ത കൺവിൻസിങ്. ഗൈസ് ബായുടെ സജഷൻ ഇതാണ് നല്ലതാണ്. പക്ഷേ ഇവിടെ അടുത്ത് നിന്ന് കൺവിൻസ് ചെയ്യണം. വെട്ടാണ് കൺവിൻസിങ് സ്റ്റാർ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇവൻ ഇത് മതിയോ
ഇനി ലെങ്ത് കുറയ്ക്കാനാണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ജയൻ്റെ കൺവിൻസ്ഡ് ആയിരിക്കുന്ന ജോയൽ വീണ്ടും ലെങ്ത് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 24 നല്ല ചിന്തകളോടെ വളരുന്ന യശൻ്റെ മുടി പോയ വിഷമത്തിരിക്കുകയാണ്, ഒന്നും മിണ്ടുന്നത്. കൊച്ചിൻ്റെ മുടി വന്നിട്ട് അശ്വിന് കവി വരും. ഇനി നിനക്ക് ഷർട്ട് വെച്ച് അശ്വിൻ്റെ ആ ഏസ്തെറ്റിക് ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഷർട്ടുകളെ ചേരും. അശ്വിൻ്റെ ഏസ്തെറ്റിക് ലുക്ക് പോയി. അശ്വിനി ഞാൻ കുറച്ച് കാണുന്നത് അശ്വിനി വീണ്ടും കോമൽ ഔട്ട്ഫിറ്റ്സ്, ചങ്ങലയും ടീഷർട്ട് ബാഗി പാൻറ്റൊക്കെ മാറ്റാൻ പോവുകയാണ്. മുടി പോയത് ആ ഏസ്തെറ്റിക് ലുക്ക് പോയതുകൊണ്ട് കുറിയൊക്കെ ഇട്ട് വീട് ഒരുങ്ങി ട്രഡീഷണൽ ആളൊരുങ്ങി മുടി വളർത്തിയിട്ട് ഒറ്റ ഫോട്ടോ എടുത്തില്ല. അറിയാനുള്ള സങ്കടം. ഇത് വിചാരിച്ച പോലെയല്ല ഇത് വെട്ടി കിട്ടിയത്. ഞാൻ ഉദ്ദേശിച്ചതല്ല. അശ്വിന്റെ തിരിച്ചുവരവ് പഠിത്തത്തോട് പഠിത്തം. ഫസ്റ്റ് ഇയർ കയറി അശ്വൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇവിടെ അടുത്ത കരച്ചിലിനുള്ള ഒരു കോൺ ഇവിടെ നടക്കുന്നു. എറിച്ചൊക്കെ ഇരിക്കുന്നു. ആറ്റിറ്റ്യൂഡൊക്കെ തിരിക്കുകയാണ്. കുഴപ്പമില്ല. 2027 അവസാന കരച്ചിലായിട്ട് കൂട്ടാല്ലേ. ഇതിന് വലിയ കരച്ചിലൊന്നും കയറിയിട്ടേ നല്ലേ. ഓ ഇവിടെ ഡിസംബർ എൻ്റെ മാസമല്ല. ഞാൻ എന്തായാലും ഇന്ന് പോയിട്ട് ക്ലീൻ ഷോട്ട് ചെയ്ത് വെച്ചിട്ട് ഡിസംബറിൻ്റെ മാസമാണ്. പക്ഷേ ജയ നീ ഓക്കെയാണ്. ക്ലീൻ ഷോട്ട് എന്താണ് നീ? പക്ഷേ ഇത് കൊള്ളാം. ഇത് നീ കുറച്ച് ദിവസം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ക്ലീൻ പഠിച്ചത്. വാട്ട് എ മേക്ക് ഓവർ ജോയ്. ഒരു സ്റ്റെപ്പ് കൂടെ വെട്ടിയിരുന്ന കുറച്ചുകൂടെ പക്ഷേ ബാക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഇട്ടായിരുന്നു. ബാക്ക് ഒരു സ്റ്റെപ്പ് കൂടെ How was your experience, Ashwin? ഇല്ല, പടത്തിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. എങ്ങനെ വന്നത് അശ്വിൻ? ഞാൻ പോകണം ഒറ്റ പോകാം. ഇനി അടുത്ത പ്രധാന പുലികളുടെ കാര്യം ജോയലിൻ്റെ ചേഞ്ച് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാൻ കേട്ടോ. വന്നു ശുദ്ധടാ. അത് താടി പണ്ടുന്നതിൻ്റെ ആലോചനയിലാണ് ജോയലും ജയിനും. ക്രിസ്മസ് വൈബ്സ് ആടുന്ന പാപ്പയെ കണ്ടല്ലോ. എന്ത് സ്റ്റെപ്പാണിത്? മല്ലികമാരൻ്റെ അമ്പുകളോ. അശ്വ നിരാശയിലാണ്. നീ പറഞ്ഞതല്ല നീ ചെയ്തത് എന്തായാലും. മാർക്കോ വെട്ടാമെന്ന് അശ്വനാണ്. ബൈ ബൈ സാന്ത. അങ്ങനെ സന്തോഷവും സങ്കടവും ഒത്തുചേർന്ന നിമിഷമായിരുന്നു ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയത്. നമ്മുടെ അല്ല അവൻ്റെ. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി കരയിലാണ് അശ്വനെ. കൊള്ളാം. നമ്മൾ ഇവിടെ ഇട്ട് വണ്ടി ചേച്ചി പോയതിനെ പറ്റി ചിന്തിച്ച് വിഷമിക്കാതെ ഇനി വരാനുള്ളതിനെ പറ്റി നീ ആലോചിക്കേ. ഇനി നിനക്ക് എന്തോരം മുടി വളരാൻ കിടക്കുന്നു. ഈ പോയ മുടിയെ പറ്റി ഇങ്ങനെ ചിന്തിക്കുന്ന എന്തിനാണ്? ഉള്ളിലൊന്നും ഒന്നുമില്ല. ഡിസംബർ മാസത്തെ പറ്റി എന്താണ് അശ്വിൻ്റെ അഭിപ്രായം? അധികം കുറയ്ക്കരുത് ഞാൻ പറഞ്ഞു. ഓക്കെ, ആദ്യമേ ബാക്ക് വെട്ടി എന്നിട്ട് വീണ്ടും എടുത്ത് എനിക്ക് ഇയാളെ പേടിയാവുന്നതാ. ഇയാളെ ബ്ലേഡ് എടുത്തിട്ട് കഴുത്തിൽ ഇങ്ങനെ വെച്ചിട്ടേ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും കൂടെ വഴി പോകുമ്പോൾ അയാൾ പോകുന്നവരെ ഫുള്ള് നോക്കിയിട്ട് ഒരു ഒരപ്പ് എന്നിട്ടാണ് ബാക്കി നോക്കി ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര റഫ്. ഇതിപ്പം മുടി വെട്ടിയവരുടെ അഭിപ്രായങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തരും തുടങ്ങാം. ആദ്യം അശ്വിനെ പറയണ എക്സ്പീരിയൻസ് പറ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്റെ പഴയ ലോങ് ഹെയർ വേണം. ജയൻ എന്താണ് പറയാനുള്ളത്? നല്ലൊരു മോശം അനുഭവമാണ്. ഭയങ്കര കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തീരെയില്ല. ഹാപ്പി എൻഡിങ് ആണ് പ്രതീക്ഷിച്ചത്. നമുക്ക് പിന്നെയും വളരുമല്ലോ ആ ഒരു ഇതിൽ.
വേറെ ഒന്നും അല്ലല്ലോടാ വെട്ടിക്കളാ അശ്വിനെ വിഷമിക്കല്ലേ. 6 മാസം വീണ്ടും എന്നാലും അശ്വിൻ നമുക്ക് തന്നൊരു വാക്കുണ്ടായിരുന്നു മാർക്കോ. അവൻ അത് വാ കൊണ്ട് പറഞ്ഞ് ഇല്ല അവൻ കൈ കൊണ്ട് മാർക്കോന്റെ അനിയനെ അവൻ എടുത്തിട്ടുണ്ട്. സ്പോയിലർ അലർട്ട്. മാറിക്കോ മാറി. ഞാൻ പറഞ്ഞ കറക്റ്റാണ്. അങ്ങേര് വെട്ടുന്നത് എങ്ങനെ? മാർക്കോ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നു. പക്ഷേ ഞാൻ പറയാം, എനിക്ക് അശ്വിന്റെ ന്യൂ ലുക്ക് ഇഷ്ടപ്പെട്ടു. ഇൻ ദ സെൻസ് ക്ലീൻ ലുക്ക് ആയിട്ടുണ്ട്. പോലീസ് ഞാൻ ഈ ബാഗിൽ പാൻറ്റൊക്കെ ഇവിടെ കൊണ്ട് കാണും. അല്ല എനിക്ക് ഞാൻ മുടി വളർത്താൻ തീരുമാനിച്ചു. ഗായ്സ് ഞാൻ മുടി വളർത്താൻ തീരുമാനിച്ചു. മറ്റന്നാ കിട്ടും കേട്ടാ. ചിലങ്കി കൂട്ടത്തിലെ കൺവിൻസിങ് സ്റ്റാറിനെ ഇനി ഞാൻ എങ്ങനെ ഇത് സ്റ്റൈൽ ചെയ്യുമെന്നാണ് ഞാൻ ചിന്തിക്കുന്ന കാര്യം. വേറൊരു സത്യം പറട്ടോ, ഞാൻ അവിടത്തെ മിററിൽ വെച്ചിട്ട് കണ്ടപ്പോ എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിയപ്പോ നിന്റെ ഹീറ്റ് ചെയ്ത് നിന്റെ ഭയങ്കര ബഫായിട്ടിരിക്കുക. അത് നീ വല്ലതും വെച്ചിട്ട് ഒതുക്കുവാണെങ്കിൽ നൈസായിരിക്കും. നിന്റെ എന്തൊരു ചെയ്താൽ ശരിയാവും. എന്റെ ഇനി ഒന്നും ചെയ്യാൻ ജോലെ അത് നമ്മളെ അവിടെ ഇരുന്ന് അവര് ബ്ലോറൊക്കെ അടിച്ച് സെറ്റൊക്കെ നീ ചെയ്യണേന്ന് പറഞ്ഞാൽ കുളിണ്ടി കുറച്ച് സ്മൂത്ത് ആക്കണം. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതണ്ടാ ഇതൊക്കെ ഇതൊക്കെ ഒരുമാതിരി ചുരുണ്ട് റഫായിട്ടാണ് ഇരിക്കുന്നത്. ഒതുങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു ഹീറ്റ് ചെയ്തോണ്ടാടാ. നീ ഒന്ന് കുളിക്കാൻ ഓയിൽ ഇടും. പക്ഷെ എല്ലാരും പറയും എനിക്ക് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യണമെന്ന്. പുള്ളിക്കാരൻ എന്നെ കൺവിൻസ് ചെയ്ത് സ്പാ ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് സ്കിപ്ഡ് അവേ. മറ്റേ മുടി ഇങ്ങനെ തട്ടിയിരിക്കുന്നുണ്ട്. തട്ടി നിൽക്കുന്നു. ഇനി നമ്മൾ മുടി തട്ടുന്നുണ്ട്. പക്ഷെ ഓടത്തെ പോലും മുടി തട്ടുന്നു. ഇനി അടുത്ത നമ്മള് ട്രിവാൻഡ്രത്തെ ലൈറ്റ് കാണാൻ പോകുന്നു. ലൈറ്റ് എവിടെ കനകുന്നില്ല ലൈറ്റ്. ട്രിവാൻഡ്രത്ത് എവിടെയൊക്കെ ലൈറ്റ് ഉണ്ടോ അവിടെയൊക്കെ പോവുകയാണ്. ഉള്ള ലൈറ്റ് എല്ലാം കണ്ടിട്ട് അതിന്റെ വിഷ്വൽസ് താടി ഫുൾ റിമൂവ് ചെയ്യുമ്പോണ്ടോ ഞാനും ഇല്ല കട്ട് ചെയ്തോ കേരളത്തിൽ 2 മാസം മുമ്പ് വരെ ഞാനും താടിയില്ലാത്ത വിഷമത്തിൽ നിൽക്കുമായിരുന്നു കാട്ടില. അപ്പോഴാണ് എന്റെ കൂട്ടുകാരൻ കരടി കുറച്ച് നെയ്യ് കൊടുത്തു. കാട്ടിലെ കൂട്ടുകാർ. അശ്വിനെ ഒന്ന് പൊട്ടിക്കാരാ തമ്മയിലിടാ. അശ്വിനെ ചതിച്ചു അവർ നമ്മളെ. ഇത്രയും മതി. ബൈ ബൈ. കുറെ നേരമായി വണ്ടി കയറി മുടിക്കഥ ഇവിടെ തീരുന്നു. ബൈ. അതിതീവ്ര ബ്ലോക്കാണ് തിരുവനന്തപുരത്ത് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7.8 എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ബ്ലോക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എവിടെയാണ് ലൈറ്റ്? സുഹൃത്തുക്കളെ, നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ആലോചിച്ചോക്കണേ. ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഒരു സംഭവം ചെയ്യുന്നു. ആളുകളുടെ ആകർഷണം കൂടിപ്പോയെന്നും പറഞ്ഞ് അത് നിർത്തലാക്കുന്നു. അതായത് വീട്ടിൽ പോലെ കുറെ അവിടെ തന്നെ പെറ്റ് കിടക്കും. അതാണ് ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ വീട്ടിൽ പൊക്കിക്കൊണ്ടിരിക്കുന്ന തൂമഞ്ഞൾ മായല്ലേ വാഴ്മഞ്ഞൾ വീഴല്ലേ ആകാശം കാണല്ലേ ആരോടും മിണ്ടല്ലേ. നിങ്ങൾ ആ വെളിച്ചം കാണുന്നുണ്ടോ? നമുക്ക് ചരിച്ചെടുക്കുന്നതിന് തന്നെ നീ സ്റ്റോറി ഇട്ടോ ചെയ്യാം. അല്ല ലെഫ്റ്റ് മറ്റേ ഗായ്സ് അതാണ് നമ്മളങ്ങനെ ഇവിടെ അയ്യപ്പനൊക്കെ നടക്കുന്നുണ്ടോ? അടുത്ത നമ്മളിതാ തിരുവനന്തപുരത്തിന്റെ നൈറ്റ് ലൈഫ് എന്ന് ചിത്രീകരിക്കുന്ന പ്രധാന പോയിന്റ് മാനവീയ വീതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് റൈറ്റ് സൈഡിൽ വലതുവശത്ത് എന്തോ പരിപാടികൾ നടക്കുന്നു. മാനവീയം ഇപ്പൊ ഓണാണോ അല്ലയോ? പാട്ടാണ് അവിടെ നടക്കുന്നത്. ഫ്രണ്ടിൽ പോലീസുകാരുണ്ട്. ഇറക്കിട്ടാണ് ഓർമ്മയുണ്ടോ ജോയലിന്? ചരിത്രം ഉറങ്ങുന്ന ഏരിയയാണ്. ഈ ഗ്രില്ലുകൾക്കൊക്കെ ഒരുപാട് കഥന പറയാനുണ്ട്. ചിലരുടെ കണ്ണീർ തൊട്ട് ചിലരുടെ സന്തോഷം മുതൽ സങ്കടം വരെ.
ചിലവരോട് മുതലെടുക്കുന്നത് നമ്മളിങ്ങനെ മന്തി അടിക്കാൻ പോവുകയാണ്. ഏത് സ്പോട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മൾ മന്തി അടിക്കാൻ എങ്ങോട്ട് പോകുന്നു? അതാണ് തിരുവനന്തപുരം നഗരസഭ. നഗരസഭയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എന്റെ കൂടെ ഒരു സഭ ഓർമ്മ വരും. റെഡ് സിഗ്നൽ, ബ്ലൂ സിഗ്നൽ, ജീവിതത്തിൽ പലതരത്തിലുള്ള സിഗ്നലുകൾ വരും. അതൊക്കെ എന്താണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുക. ചുവന്ന സിഗ്നലിന് പുറകെ പോകാൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ശരിക്കും ഈ നമുക്കുള്ള ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ സിഗ്നൽ എന്നുള്ളത് നിർത്തിയതിന് ശേഷം വെയിറ്റ് ചെയ്യാനുള്ളതാണോ അത് എടുക്കുന്നതിന് മുമ്പ് വെയിറ്റ് ചെയ്യാനുള്ളതാണോ? ഇത് കഞ്ചാവല്ല. 1 eternity later.